ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ബജറ്റിന് മുൻപ് കടലോളം കൊതിച്ചിട്ടും കടലാമയെ മാത്രം കിട്ടിയ അവസ്ഥയിലാണ് കേരളം. 1.5 മണിക്കൂറോളം നീണ്ട നിർമ്മലാ സീതാരാമന്റെ 9ാം ബജറ്റ് പ്രസംഗം കണ്ട സാധാരണ മലയാളിക്ക് ഇന്നൊരു സിനിമാ ഡയലോഗിലുള്ള പോലെ പറയേണ്ടി വന്നു. നമ്മൾ ഇതിലില്ല, കണ്ടാൽ മതി. തൃശൂർ അങ്ങെടുത്ത് എയിംസ് അങ്ങ് തന്നേക്കാമെന്ന് നാടുനീളെ പ്രസംഗിച്ച കേന്ദ്രമന്ത്രിക്കും ഇന്ന് മിണ്ടാട്ടമില്ല. വേഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച അതിവേഗ റീലിലും കേരളത്തെ തഴഞ്ഞു. വിഴിഞ്ഞത്തിന് ഒരു കടലാസ് തോണി പോലും കിട്ടിയിട്ടില്ല. അതിജീവനത്തിനായി പൊരുതുന്ന വയനാടിനെയും മറന്നു. തീർന്നില്ല. നികുതി വിഹിതത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ അവിടെയും കേന്ദ്രം കേരളത്തോട് പിശുക്ക് കാട്ടി. യോഗിയുടെ UPക്ക് 17% കൊടുത്തപ്പോൾ കേരളത്തിന് കിട്ടിയത് വെറും 2.38%. കടമെടുക്കാതെ സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കണമെന്ന പതിവ് തിട്ടൂരവും. കേരളത്തിന് പരിഗണന കിട്ടിയതാകട്ടെ കടലാമ സംരക്ഷണത്തിനാണ്, നാളികേര വികസനത്തിനാണ്. അപൂർവ ധാതു ഇടനാഴിയിലുമുണ്ട്. എന്നാൽ ധാതു ഇടനാഴിയിൽ കണ്ണിട്ടതിനെ സംശയത്തോടെ കാണുകയാണ് നേതാക്കൾ. BJP വളരാത്ത കേരളത്തോടുള്ള പകയാണ് കേന്ദ്ര അവഗണനയ്ക്ക് കാരണമെന്ന മുഖ്യമന്ത്രിയും മനഃപൂർവ്വം കേരളത്തെ ഉപേക്ഷിക്കുന്ന സമീപനമെന്ന പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ പറയും. എന്നാൽ കേരളത്തിന് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്നലെ വരെ പറഞ്ഞ BJP നേതാക്കൾ ഇതുവരെ കിട്ടിയതൊക്കെ ഉപയോഗിച്ചോ എന്ന വിചിത്ര ചോദ്യവുമായി വരുന്നുണ്ട്. BJP 100 ആവർത്തി പറയുന്ന സബ്കാ വികാസിൽ എന്തുകൊണ്ട് കേരളം തഴയപ്പെടും? അതിവേഗം അവഗണനയോ എന്നതാണ് ചോദ്യം. ഡോക്ടർ വി ശിവദാസൻ MP CPMൽ നിന്നും, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസിൽ നിന്നും, ഷാബു പ്രസാദ് വലത് നിരീക്ഷകനായി, S ആദികേശവൻ ബാങ്കിംഗ് വിദഗ്ധൻ, ജോർജ് ജോസഫ് സാമ്പത്തിക വിദഗ്ധൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ഡോക്ടർ വി ശിവദാസിലേക്ക്. ഡോക്ടർ വി ശിവദാസൻ, ഇപ്പോൾ 3ാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റായിരുന്നു. ആ ബജറ്റിൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് 3 കർത്തവ്യങ്ങളാണ് ധനമന്ത്രി ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അതിൽ സാമ്പത്തിക വളർച്ച, ജനത്തിന്റെ പങ്കാളിത്തത്തോടു കൂടിയുള്ള വളർച്ച, എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തുന്ന വളർച്ച എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തുമ്പോൾ കേരളം എന്ന സംസ്ഥാനം തഴയപ്പെടുകയാണോ? ആശക്ക് ഒരു വകയുമില്ലാത്ത ബജറ്റ് എന്ന് ഒറ്റ വാക്കിൽ പറയാം ഈ ബജറ്റിന്. ആശാ വർക്കർമാരുടെ പേര് പരിഗണിച്ചില്ല, അവരെ ചേർത്ത് നിർത്തിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അംഗനവാടി വർക്കർമാരെയും അതുപോലെ നമ്മുടെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികളെയും കുറിച്ച് പരാമർശിച്ചില്ല എന്നുകൊണ്ട് മാത്രമല്ല, തൊഴിലാളികളെ ഒരു അർത്ഥത്തിലും പരിഗണിക്കാത്ത ബജറ്റ്, കൃഷിക്കാരെ പരിഗണിക്കാത്ത ബജറ്റ്. ഓരോന്നിനും നമുക്ക് ഉദാഹരണങ്ങൾ പറയാം. ഫസൽ ഭീമാ യോജന പദ്ധതിക്ക് നീക്കിവച്ച തുകയിൽ വെട്ടിക്കുറവ് വരുത്തി. ആശാ വർക്കർമാർക്ക് അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് അവരുടെ ശമ്പളം അടിസ്ഥാന കൂലിയെങ്കിലും ഉറപ്പുവരുത്താൻ തയ്യാറായില്ല. അംഗനവാടി വർക്കർമാർക്ക് അവരുടെ വേതനം പ്രതിമാസം അവർ ജീവനക്കാരെ അംഗീകരിച്ച് അടിസ്ഥാന കൂലിയെങ്കിലും നൽകാൻ സന്നദ്ധമായില്ല. നമ്മുടെ മിഡ് ഡേ മീൽ വർക്കേഴ്സിന് സമാനമായ നിലയിൽ അവരെയും അംഗീകരിച്ചില്ല, അവർക്കും കൂലി വർദ്ധിപ്പിച്ചില്ല. ആരോഗ്യമേഖല എടുത്താൽ സ്വസ്ഥ ഭീമാ യോജന പ്രൊജക്റ്റിൽ പണം നീക്കിവെച്ചത് കുറക്കുകയാണ് ഉണ്ടായത് എന്നുള്ളത് കാണാൻ പറ്റും. കുറച്ചതിന്റെ തുക എത്രയെന്ന് വെച്ചാൽ അത് 2200 കോടിയിൽ നിന്ന് 2005 കോടിയാക്കിയിട്ടതിനെ മാറ്റി തീർത്തു. വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ഈ ഇന്ത്യ എന്നുള്ളത് നമ്മുടെ രാജ്യം, യുവാക്കളുള്ള വലിയ കഴിവുറ്റ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ പറ്റുന്ന, ഭാവി ലോകത്തിന് മികച്ച കഴിവുറ്റ ഒരുപാട് ആളുകളെ സംഭാവന ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതി എന്നുള്ളത് സുപ്രധാനമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ബജറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവച്ചിട്ടുള്ള തുക എന്നുള്ളത് ലോകത്തെ ഇന്ത്യ എന്ന വലിയ പാരമ്പര്യമുള്ള രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒന്നാണ്. കേവലം 0.35% മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇത് ദക്ഷിണാഫ്രിക്കക്ക് പുറകിലാണ്, അമേരിക്കക്കും ജർമ്മനിക്കും ഫ്രാൻസിനും മാത്രം പുറകിലല്ല, ബംഗ്ലാദേശിന്റെ പുറകിലാണ്. ഇത് ഈ നമ്മുടെ സമീപ രാജ്യങ്ങളുടെ, നമ്മുടെ അയൽവക്ക രാജ്യങ്ങളുടെ ഒക്കെ പുറകിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലെ വകയിരുത്തൽ മോദി സർക്കാർ മാറ്റിയിരിക്കുന്നു, കുറച്ചിരിക്കുന്നു. ദയനീയമായിട്ടുള്ള ചിത്രം. ആരോഗ്യ മേഖലയിൽ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാത്തതിന്റെ കാരണത്തെക്കുറിച്ച് നമുക്കറിയാം. BJP എന്ന പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി സംഭാവന വാങ്ങിയിട്ടുള്ളത് യശോദ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന്, ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് 100 കോടിയാണ്. സിറം ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് 1000-ലധികം കോടി രൂപ വ്യത്യസ്ത കാലങ്ങളിൽ വാങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ മരുന്ന് കമ്പനിക്കാരുടെയും ആശുപത്രി കമ്പനിക്കാരുടെയും കയ്യിൽ നിന്ന് കോടാനുകോടി രൂപ
സംഭാവനയായി പല ഘട്ടത്തിൽ വാങ്ങിയിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP എന്നുള്ളത് നാം കേട്ടിട്ടുള്ള കാര്യമാണ്. ആ BJP ആരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ, വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ പറ്റുന്ന നിലയിലുള്ള പ്രപ്പോസലുകളാണ് ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശ്രീ ശിവദാസൻ, പക്ഷേ ഈ അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ കേന്ദ്രം തന്നെ ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ഇവിടുന്ന് മുഖ്യമന്ത്രി പോയി അവിടെ സംസാരിക്കുന്നത് KV തോമസിന്റെ സഹായത്തോടു കൂടിയാണ്. ഇവിടുത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി പോലും അറിയാതെ അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചു എന്നാണല്ലോ സംസ്ഥാന സർക്കാരും പറഞ്ഞിരുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ? ഇവിടെ അതിവേഗ റെയിൽ ഇടനാഴി 7 എണ്ണമാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ അതിൽ കേരളത്തിന്റെ പേരുണ്ടായില്ല. ജലപാത പ്രഖ്യാപിച്ചു, പുതിയ 12 ജലപാതകൾ, അതിലും കേരളത്തിന്റെ പേരില്ല. കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം അത് യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ് ആണ്, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. സംസ്ഥാനങ്ങളെ അവഗണിക്കുന്ന, സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുകയും ആ നികുതി സംസ്ഥാനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, സംസ്ഥാനങ്ങൾക്കാണല്ലോ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള ചിലവുകളുടെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി അവർക്ക് തിരികെ നൽകാതിരിക്കുകയും ചെയ്യുന്ന അത്യന്തം ഭയാനകമായ, അപമാനകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ബ്രിട്ടീഷ് രാജിന്റെ കാലത്ത് ഇത്തരത്തിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് ജനങ്ങളെ കൊള്ളയടിച്ച് അവർ സുഖിച്ച് ജീവിക്കുകയും തിരികെ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളെ സഹായിക്കാതിരിക്കുകയും ചെയ്ത ഒരു ഭൂതകാലം ഇന്ത്യൻ ജനതക്കറിയാവുന്നതാണ്. കോളനി ഭരണകാലത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന തരത്തിലുള്ളതാണ് ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം എന്നുള്ളത് പറയാതെ വയ്യ എന്നുള്ളതാണ്. BJP സർക്കാർ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റം തെറ്റായ നിഷേധാത്മകമായ സമീപനം തിരുത്തിക്കുന്നതിന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഒന്നുചേർന്ന് നിൽക്കേണ്ടുന്ന ഒരു സവിശേഷ സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. ശ്രീ ആദികേശവൻ, 16ാം ഫിനാൻസ് കമ്മീഷൻ എന്ത് തീരുമാനിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും കേരളത്തിന്റെ വിഹിതം എന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം ഉയർത്തുന്നില്ല എന്ന തീരുമാനം വരുന്നു. കേരളമാകട്ടെ ഈ ടോട്ടൽ ടാക്സിന്റെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ 0.41% വർധന കഴിഞ്ഞ തവണത്തേക്കാൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടാൻ പോകുന്ന തുക എന്നത് ചെറിയ തുകയല്ല എന്നൊരു വിലയിരുത്തലും വരുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് അതിനെ മനസ്സിലാക്കുന്നത്? സ്മൃതി, നന്ദി ഇതിൽ വിളിച്ചതിന് പങ്കെടുക്കാനായിട്ട്. ഈ കേരളത്തോടുള്ള അവഗണന എന്നുള്ളത് നേരത്തെ ഞാൻ പങ്കെടുത്ത ചില ചർച്ചകളിലുമൊക്കെ ഉയർന്നു വന്ന ഒരു വിമർശനമാണ്. പക്ഷേ നമ്മുടെ ഈ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട്, 16ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് അംഗീകരിക്കുക വഴി അതിലൊരു മാറ്റവും കേന്ദ്രം വരുത്തിയിട്ടില്ല, ഒരു സർക്കാരും ഇതിനു മുമ്പും വരുത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ എനിക്ക് തൃപ്തികരമായി തോന്നിയ ഒരു കാര്യം, കേരളത്തിന് 1.92% ആയിരുന്നു 15ാം ധനകാര്യ കമ്മീഷന്റെ ഈ ഹൊറിസോണ്ടൽ ഡെവല്യൂഷന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയത്. അതായത് 100 രൂപ കേന്ദ്രത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 41 രൂപ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി വീതിക്കുന്നു. ആ 41 രൂപ ഏതടിസ്ഥാനത്തിലാണ് വീണ്ടും ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. അതിലെ ഒരു അപ്ലൈ ചെയ്തതിന് ശേഷം പോപ്പുലേഷൻ, സംസ്ഥാനത്തിന്റെ വലിപ്പം ഒരു പ്രധാന ഘടകമാണ് അല്ലേ? പോപ്പുലേഷൻ അതെ സ്മൃതി, അത് നോക്കിയാല്, കാരണം ചർച്ച അതിനെക്കുറിച്ച് മാത്രമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. പോപ്പുലേഷൻ ഒരു പാരാമീറ്റർ ആണെങ്കിലും വെയിറ്റേജ്, അതായത് 100 മാർക്കുള്ളതിൽ ഏറ്റവും കൂടുതൽ അതിനുള്ള വെയിറ്റേജ് ഭാരം അല്ലെങ്കിൽ വലുപ്പം ഇൻകം ഡിസ്റ്റൻസ് ആണ്. ഒരു സംസ്ഥാനത്തിന്റെ ആളോഹരി വരുമാനം എത്രയാണ്, ആളോഹരി വരുമാനം കുറവുള്ള സംസ്ഥാനങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകത്തിന് ഒരു വെയിറ്റേജ്, ആ വെയിറ്റേജ് 40%. പോപ്പുലേഷൻ ഫാക്ടർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു 12-15% വെയിറ്റേജ് പോപ്പുലേഷനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് തൃപ്തികരമായ, സന്തോഷകരമായ ഒരു കാര്യം 1.92% എന്നുള്ളത് ഈ FC റെക്കമെൻഡേഷന്റെ ഫലത്തിൽ കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞു. 2.382 ശരിക്കും നമ്മൾ ഈ ശതമാനം കണക്കിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാതെ പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഹിതം ഏകദേശം 25% വർദ്ധിക്കുകയാണ്. അതായത് 2000 രൂപയായിരുന്നത് 2500 രൂപയാവുന്നെങ്കിൽ 25% വർധനയാണല്ലോ. 1.9 ഞാൻ റൗണ്ട് ചെയ്ത് എടുക്കുന്നു, 2.4 ആവുമ്പോൾ ഏകദേശം 0.5
50 ബേസിസ് പോയിന്റ്സിന്റെ ഇൻക്രീസ് കൊണ്ട് ശരിക്കും അത് നല്ല കാര്യം എന്നാണ് എനിക്ക് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമാവുന്നത്. ഇനി എത്രയാണ് നമുക്ക് 26-27 കിട്ടുക അത് ഞാൻ നോക്കുകയുണ്ടായി. മൊത്തം സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതമായി ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നീക്കിയിരുത്തിയ തുക ബഡ്ജറ്റ് ഡോക്യുമെന്റ്സിൽ ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ. അത് 15,25,000 കോടിയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും. അതിന്റെ 2.382 ആണ് നമുക്ക് കിട്ടുന്നത്. 36,200 36,000 കോടി നമുക്ക് സാധാരണ മനസ്സിലാക്കാൻ വേണ്ടി 36,000 കോടിയാണ് നമുക്ക് കിട്ടുക. സ്മൃതി, ഇത് വളരെ രസകരമായ കാര്യം. ഏകദേശം ഇതേ തുക തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷയർപ്പിച്ച് 29 അവതരിപ്പിച്ച ബഡ്ജറ്റിലും നമ്മൾ കണ്ടത്. അപ്പോ അതിന്റെ അർത്ഥം ശ്രീ ബാലഗോപാൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന് കേന്ദ്രത്തിൽ നിന്നും എത്രയാണോ കിട്ടും പ്രതീക്ഷയർപ്പിച്ച് ഉൾപ്പെടുത്തിയത് അത്രയും തന്നെ തുക ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ കേന്ദ്ര അവഗണനയെ കുറിച്ച് നമ്മളെല്ലാവരും, ഞാനും കേരളത്തിൽ ജനിച്ചു തിരുവനന്തപുരത്ത് വളർന്ന ഒരാളാണ്. ഇത് എന്റെ ഓർമ്മയിൽ ഈ കേന്ദ്ര അവഗണന എന്നുള്ളത് കേരളത്തിൽ പരക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നതാണ്. സ്മൃതി, ഇന്ന് ബഡ്ജറ്റ് സ്പീച്ച് അതാണല്ലോ പ്രധാനപ്പെട്ട ആധാരം. കാരണം കഴിഞ്ഞ വർഷം ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമൊക്കെ പാക്കേജ് അനൗൺസ് ചെയ്തു. ശരിയാണ്, ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഉൾപ്പെടുത്തിയതായിരിക്കാം. പക്ഷെ ഇന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കറക്റ്റ് ചെയ്യാം ആരെങ്കിലും മറ്റുള്ള ആൾക്കാർ പറയുകയാണെങ്കിൽ, ഗുജറാത്തിന്റെ പേര് നമ്മൾ കേട്ടില്ല, മഹാരാഷ്ട്ര കേട്ടില്ല, മധ്യപ്രദേശ് കേട്ടില്ല, അല്ല ഈവൻ ഉത്തർപ്രദേശ് ഞാൻ പ്രത്യേകിച്ച് കേട്ടില്ല. ഗുജറാത്ത് ഉണ്ടല്ലോ അല്ലേ? സോറി, ഗുജറാത്ത് ഉണ്ട് അല്ലേ ഡോക്ടർ വി ശിവദാസ്? അല്ല, ഗുജറാത്ത് ഉണ്ടായിരിക്കാം. എനിക്ക് പദ്ധതിയിലാണെന്ന് അവസാനിച്ചാൽ അല്ല അങ്ങ് ആ ഭാഗം മാത്രം പറഞ്ഞാൽ മതി. അല്ല അങ്ങ് ആ ഭാഗം മാത്രം പറഞ്ഞാൽ മതി. ഗുജറാത്ത് BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കാര്യമായിട്ടുണ്ട് ചില കാര്യങ്ങളെങ്കിലും വലിയ പദ്ധതികൾ അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരി, ഓക്കെ. ശ്രീ ആദികേശവൻ അതെ. പിന്നെ അതായത് ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ വിഹിതം വെച്ച് നൽകപ്പെടുന്ന തുകയില് സ്മൃതി, എസ്പെഷ്യലി നമ്മൾ ഈ ഇക്വിറ്റി എല്ലാവർക്കും തുല്യ ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, അത് ഇക്വാലിറ്റിയാണ്. ഇക്വിറ്റി എന്നുള്ളത് കുറച്ചുകൂടി ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സങ്കല്പമല്ലേ. അതായത് ഇല്ലാത്തവന് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് കണ്ടുകൊണ്ട് അവന് ഉള്ളവനാവാൻ വേണ്ടിയിട്ടുള്ള സർവ്വവിധമായ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും വെൽഫെയർ സ്റ്റേറ്റ്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ അടിസ്ഥാന തത്വം. ആ രീതിയിൽ നോക്കിയാൽ പല കാരണങ്ങൾ കൊണ്ടും ജീവിത നിലവാരം കേരളത്തിൽ വളരെ മെച്ചപ്പെട്ടതാണ്, ഒരു സംശയവും വേണ്ട. അതേപോലെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന്റെ ബേസിസിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. നമുക്കെല്ലാം അഭിമാനിക്കാം. ഇവിടെ ഭരിച്ചിട്ടുള്ള പാർട്ടികളും അതേപോലെ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഭരണകർത്താക്കളും ഒക്കെ തന്നെയാണ് അതിന് ഉത്തരവാദികൾ, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവർക്കെല്ലാം അവകാശപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ സ്മൃതി, ഈ പോപ്പുലേഷന്റെ അടിസ്ഥാനം സ്മൃതി പോലും ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് പോപ്പുലേഷൻ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് നമ്മൾ കുറച്ചു. മനസ്സിലായില്ലേ? ഇതാണ് ഒരു നമ്മൾ കുറച്ചു. പക്ഷെ ബീഹാർ, ഉത്തർപ്രദേശ് ഒക്കെ അത്ര കണ്ട് ഫാമിലി പ്ലാനിങ്ങും മറ്റുള്ളതൊന്നും സ്വീകരിച്ചില്ല, എണ്ണം കൂടി. അപ്പൊ അവർക്ക് കൂടുതൽ കിട്ടുന്നു. ഞാനിതിനെക്കുറിച്ച് ആലോചിച്ചു. ശ്രുതി, വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു വീട്ടില് റേഷൻ 6-7 കുട്ടികളുണ്ടെന്ന് വിചാരിക്കൂ. അപ്പൊ 7 പേർക്കും ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ഒരാൾക്ക് 5 കിലോ അരി കിട്ടും. എന്റെ വീട്ടിൽ ഒരു കുട്ടിയേ ഉള്ളൂ. എനിക്ക് 15 കിലോ, ഞാനും ഭാര്യയും കുട്ടിയും ഉണ്ടെങ്കിൽ 15 കിലോ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമുക്കത് പറയാൻ പറ്റുമോ? അവരുടെ ഞാൻ ഫാമിലി പ്ലാനിങ്ങും ഒക്കെ വളരെ പ്രയാസപ്പെട്ട് ഒരു കുട്ടിയിൽ ഞാൻ നിർത്തി. അത് കാരണം എനിക്ക് 15 കിലോയെ കിട്ടുന്നുള്ളൂ. അപ്പുറത്തെ ആള് ഒരു നിയന്ത്രണവുമില്ലാതെ ഒരു 4-5 കുട്ടികളെ ഉണ്ടാക്കി, അല്ലെങ്കിൽ 4-5 കുട്ടികൾ ജനിച്ചു. ആ വാക്ക് അങ്ങനത്തെ വാക്ക് പ്രയോഗിക്കാൻ പാടില്ല. 4-5 കുട്ടികൾ അവർക്കുണ്ട്, അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ എന്നെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇതിന് സമാനമായിട്ടാണ് നമ്മുടെ വാദം
എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വിലയിരുത്തുന്നത്. എനിക്ക് ഏറ്റവും ഒരു സെന്റൻസ് മാത്രം പറയാം, കാരണം 5-6 അതിഥികളുണ്ട്, സമയം കൂടുതൽ എടുക്കുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്, പരമ്പരാഗതമായി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം വളർച്ചയേക്കാൾ ഏറെ ഇക്വിറ്റബിൾ ആയിട്ട് ന്യായമായിട്ടും എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഇക്വിറ്റി, വിതരണത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹം എങ്ങനെ ഇല്ലാത്തവർ, നമ്മുടെ രാജ്യത്തിലെ തന്നെ ഇല്ലാത്ത ആൾക്കാർ. അതിനുള്ള കാരണം മധ്യപ്രദേശൊക്കെ നമുക്കറിയാം, ബീമാരു സ്റ്റേറ്റ്സ് എന്നല്ലേ പറഞ്ഞിരുന്നു സ്മൃതി. അപ്പൊ ഒരു രീതിയിലും ആ പ്രിൻസിപ്പിളിനെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. അതോടൊപ്പം ഇപ്രാവശ്യം കേരളത്തിന്റെ കൂടി സജഷന്റെ ബേസിസിലാവണം 15ാം കമ്മീഷൻ വ്യത്യസ്തമായിട്ട് GDPക്കുള്ള കോൺട്രിബ്യൂഷൻ ഒരു ഫാക്ടറായിട്ട് എടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട. അപ്പൊ അതെല്ലാം കൊണ്ടായിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ആവശ്യപ്പെട്ടത്, ശ്രീ ശിവദാസൻ കൂടുതൽ അറിവുണ്ടാവും, 2.8 മറ്റോ ആണ് നമ്മൾ ആവശ്യപ്പെട്ടത്. 2.38 നമുക്ക് കിട്ടുന്നു. പറഞ്ഞു വന്നത് നീതിയുക്തമായ, വളരെ സുതാര്യമായ, ട്രാൻസ്പെറന്റ് ആയ, അടിസ്ഥാന തത്വത്തിൽ നമുക്ക് കലഹിക്കാൻ പറ്റാത്ത ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡെവല്യൂഷൻ എന്നതാണ് എന്റെ മനസ്സിലാക്കൽ. എനിക്ക് തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്താൻ വ്യത്യസ്ത അഭിപ്രായം ശ്രീ ജോർജ് ജോസഫിനുണ്ട്. അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ അനിൽ ബോസ് രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക്. കേരളം ഇന്ത്യയിലാണോ എന്ന സംശയമാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ ഇവിടുത്തെ സർക്കാരും പ്രതിപക്ഷമൊക്കെ ഒറ്റക്കെട്ടാണ്. പക്ഷെ കേരളത്തിന് കിട്ടിയതിൽ കേരളം എന്തു ചെയ്തു എന്ന മറു ചോദ്യം ഇവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിക്കുകയാണ്. എന്താണ് മറുപടി? അല്ല, നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും പോയില്ലെങ്കിലും പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പോയിരുന്നു. കേരളത്തിലേക്ക് വരും മുമ്പ് ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ എന്താണ് കൊട്ടിഘോഷിച്ചിരുന്നത്? തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഭരണം കിട്ടിയതിന് ശേഷമുള്ള എന്തൊരു ചാട്ടവും ബഹളവുമായിരുന്നു. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചോ? ഏതെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു? അദ്ദേഹം വന്നിട്ട് ചെയ്തത് എന്താ? അദ്ദേഹം വന്നിട്ട് ചെയ്തത് തീവ്രവാദികളാണ് ലീഗുകാർ എന്ന് പറയുന്ന വർഗീയ വിഭജനത്തിന് വിത്തുപാകുന്ന പ്രസംഗം നടത്തി കടന്നുപോയത്. അപ്പോ BJPക്കാർ പറഞ്ഞത് ഇവിടെയല്ല ഇത് പ്രഖ്യാപിക്കേണ്ടത്, പഠിച്ച് പ്രോജക്റ്റുകൾ തയ്യാറാക്കി വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമാണ്, ബഡ്ജറ്റ് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ബഡ്ജറ്റ് വരുമ്പോൾ നോക്കിക്കോളൂ. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിന് തരുമെന്ന് പറഞ്ഞത് തന്നില്ല. ബഡ്ജറ്റ് വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രസ്താവിച്ച നേതാക്കൾ അതിനെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടത്. അല്ല, അവരുടെ പ്രസ്താവനയെക്കുറിച്ച് ഞാനെന്ത് മറുപടി പറയാനാ? BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിലെ പൊതുസമൂഹത്തോട് രാഷ്ട്രീയ പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവർ പറയേണ്ടത് തിരുവനന്തപുരത്ത് നടത്താത്ത പ്രഖ്യാപനം ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. ബഡ്ജറ്റിൽ എന്ത് നിങ്ങൾ കൊണ്ടുവന്നു? എന്തു കൊണ്ടുവന്നു? എയിംസ് എത്ര നാളായി ഇവിടെ ഒരു കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ച് ദിനംപ്രതി ചർച്ചയിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എയിംസ് കേരളത്തിൽ കൊണ്ടുവരും. അത് ആലപ്പുഴയ്ക്ക് കൊടുക്കാം, തൃശ്ശൂരിന് കൊടുക്കാം, സ്ഥലം കിട്ടുന്ന എവിടെയും കൊടുക്കാൻ തയ്യാറാണെന്ന് എന്തോ പ്രസംഗമായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. കൊണ്ടുവന്നോ? ഒരു പരാമർശം ഉണ്ടായോ? അങ്ങനെ ഓരോ കാര്യം, അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, വാദഗതികൾ, പ്രചരണങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പം ബഡ്ജറ്റ് മൊത്തം വായിച്ചു നോക്കിയിട്ടോ മൊത്തം കേട്ടിട്ടോ അല്ലല്ലോ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ആശാവഹമായ പുരോഗതിക്കിടയാക്കുന്ന ഒന്നും തന്നെ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു രീതിയിലും അത് ഏറ്റവും പ്രധാനം ഇന്ത്യയിൽ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമല്ലേ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് എന്റെയൊക്കെ പ്രദേശത്ത് പ്രതിദിനം 369 രൂപയാണ് കൊടുക്കുന്നത്. 369 രൂപ 100 ദിവസം എന്ന് പറഞ്ഞാൽ 36,900 രൂപ വീടുകളിൽ കിട്ടുകയാണ്. ആ വീടുകളിൽ കിട്ടുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള കുടുംബങ്ങൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത്. സ്ത്രീ സമൂഹത്തിന് പ്രത്യേകിച്ചും അവർക്ക് കൃത്യമായ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി, അതും രാഷ്ട്രപിതാവിന്റെ പേരിലുള്ളത്. എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണപരമായി കാര്യങ്ങൾ അറിയാനുള്ള അവകാശം നിഷേധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു. അപ്പൊ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. കാതലായി നാടിന്റെ എല്ലാ പ്രതിസന്ധികളിലും
നിലനിന്ന് പോന്നിട്ടുള്ള പബ്ലിക് സെക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന എന്ത് പ്രഖ്യാപനങ്ങളാണ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അപ്പൊ ആ നിലയിലൊന്നും ഒരു പോസിറ്റീവായ റെസ്പോൺസും ബഡ്ജറ്റിൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം കൂടെ വരികയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം ഇപ്പൊ മഹാരാഷ്ട്ര ഈ ബഡ്ജറ്റിൽ ഇല്ല, അല്ലെങ്കിൽ ഗുജറാത്ത് ഇല്ല, അല്ലെങ്കിൽ ഹരിയാന ഇല്ല, ബീഹാർ ഇല്ല എന്നൊക്കെ പറഞ്ഞു അവർക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് തന്നെയല്ലേ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ആന്ധ്രയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജ്, അതുപോലെ ബീഹാറിന് വേണ്ടി പ്രത്യേക പാക്കേജ്, അങ്ങനെയുള്ള പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് ആണ് ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നത്. അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ രാഷ്ട്രീയ പിൻബലം വേണ്ടുന്ന സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി എല്ലാ ലിമിറ്റുകളും മറികടന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇപ്പം വന്നിട്ട് കേരളത്തിൽ ഇവർ ഉദ്ധരിക്കും, കേരളത്തോട് പ്രത്യേകമായ പരിഗണനയാണ്, ബഡ്ജറ്റ് വലിയ വിപ്ലവമാണ് എന്ന് പറഞ്ഞാൽ ഓരോ ബഡ്ജറ്റുകളുടെയും സ്ഥിതി വളരെ കഷ്ടമാണ്. ആഴത്തിൽ ഇറങ്ങി പരിശോധിച്ചാൽ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങളിൽ ഇതൊരു എപ്പോഴും സ്മൃതി, ഇത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു പ്രക്രിയയുടെ തുടർച്ച പോലെ ഇതൊരു ചടങ്ങായി മാറുകയാണ് ബഡ്ജറ്റ് പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. ശരി, മോദി ഭരണകാലത്ത് എന്തൊക്കെ കേരളത്തിന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ധാതു ഖനനത്തിനും ഗവേഷണത്തിനും ഉൽപാദനത്തിനുമായി കേരളം, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് റെയർ എർത്ത് കോറിഡോർ എന്നുള്ളൊരു പ്രഖ്യാപനമാണ് വലിയൊരു പ്രഖ്യാപനമായി കാണുന്നത്. അതുതന്നെ കേരളത്തിലെ ധാതു ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ആലോചനയാണോ എന്നാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ സംശയിക്കുന്നത്. ഇനി കടലാമ പരിചരണത്തിന് പ്രത്യേക കേന്ദ്രം, അതൊക്കെ ഇവിടെ ഇതിനകം തന്നെ ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ വീണ്ടും ഒരു പരിചരണ കേന്ദ്രം എന്ന പ്രഖ്യാപനത്തിന്റെ അർത്ഥം എന്താണ്? ഇനി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നതിൽ കേരളത്തിന് കൂടി ഒരു സാധ്യത പ്രതീക്ഷിക്കാം. എയിംസുമില്ല, അതിവേഗ റെയിൽ പ്രഖ്യാപനങ്ങളുമില്ല. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ BJP നേതൃത്വം പറഞ്ഞതും അങ്ങ് കേട്ടതാണ്. ഇവിടെ കിട്ടിയത് എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന മറു ചോദ്യമാണ്. ഇനി മാത്രമല്ല, ഇനി എല്ലാം പുതുതായി വരണമെങ്കിൽ ഇവിടെ ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം. അതായത് നിങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്താൽ മാത്രം പുതിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതൊരു ഭീഷണിയുടെ സ്വരമല്ലേ ശ്രീ ഷാബു പ്രസാദ്? ഇപ്പൊ ഇവിടെ ഇരുന്ന രണ്ട് രാഷ്ട്രീയ പ്രതിനിധികൾ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തിയതുമായി ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രതികരണവും അവർ നടത്തിയില്ല. അങ്ങനെയാണല്ലോ പതിവ്. അതിൻ്റെ അത് തെറ്റൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ എന്തിനേയും നോക്കിക്കാണാനും അതിൻ്റെതായ അഭിപ്രായം പ്രകടിപ്പിക്കാനും ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ശ്രീ ശിവദാസനും ശ്രീ അനിൽ ബോസും അവരവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. അവർ പറഞ്ഞു. ബി.ജെ.പിയുടെ കാഴ്ചപ്പാട് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞു. ഇനി ഏത് ശരി, എങ്ങനെ, ഏതെന്നൊക്കെ ഉള്ളത് ഇത് കേൾക്കുന്നവരും കാണുന്നവരും തീരുമാനിക്കും. ഇനി മറ്റൊന്ന്, ഈ കിട്ടിയത് ഇവിടെ നടത്തിയോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമുണ്ട്. 2 വർഷം മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച് എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കിയെന്നാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം കംപ്ലീറ്റ് സമ്പൂർണമായും, അതായത് ഫ്രീ ചികിത്സ എന്നുള്ളത്. അത് കേരളം മാത്രമേ ഉള്ളൂ. അത് സംസ്ഥാന ഗവൺമെന്റുകളുടെയും കൂടെ സഹകരണത്തോടു കൂടിയാണ് നടത്തേണ്ടത്. കേരളം മാത്രമേ അത് നടപ്പാക്കാത്തതായിട്ടുള്ളൂ. നമ്മുടെ മുമ്പിലുള്ള ഒന്ന് ആലോചിച്ച് നോക്ക്. 70 കഴിഞ്ഞ വയോധികരുടെ പ്രശ്നമാണ്. കേരളത്തിൽ അത് നടപ്പാക്കിയിട്ടില്ല. ഒരു ഉദാഹരണമാണ്. പിന്നെ ഈ പറഞ്ഞ അതിവേഗ റെയിൽ, ഈ 7 അതിവേഗ പാത എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിനാണ്. ഇപ്പോൾ അഹമ്മദാബാദ് ബോംബെ റൂട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റുകളാണ്. ഈ 7 പാതകളും ഈ 7 റൂട്ടുകളും നേരത്തെ സാധ്യതാ പഠനം, DPR, ഭരണാനുമതി എല്ലാം കിട്ടിയ സാധനമാണ്. അംഗീകാരവും കിട്ടിയ പദ്ധതികളാണ്. ഇപ്പൊ കേരളത്തിലെ പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. പ്രോജക്ട് റിപ്പോർട്ട്, DPR, ഭരണാനുമതി ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്ത് ഒരു ബജറ്റിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ഇവിടെ ഇന്ന് ഞാൻ ശ്രീ ബ്രിട്ടാസ് പറഞ്ഞ ഒരു വാചകം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. തെരഞ്ഞെടുപ്പായതുകൊണ്ട് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതും ഉണ്ടായില്ല എന്ന്. സത്യത്തിൽ ബ്രിട്ടാസ് പറഞ്ഞത് ഈ കേന്ദ്ര ഗവൺമെന്റ് ഉള്ള വലിയ ഒരു അപ്രീസിയേഷനാണ്. അതായത് ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇലക്ഷൻ കാലത്ത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ല. അങ്ങനെയാണ് അങ്ങനെയുള്ള പരിപാടികൾക്ക് ഇപ്പൊ ഇവിടെ കേരളത്തിൽ മാത്രമല്ലല്ലോ, തമിഴ്നാട്ടിലും ബി.ജെ.പിക്ക് ഏറെ സാധ്യതകൾ അവർ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സാധ്യതകൾ പ്രതീക്ഷിക്കുന്ന ബംഗാളുണ്ട്. ഇവിടെ ഒന്നും ഒരു സംസ്ഥാനങ്ങളെയും അങ്ങനെ അധികം പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ബജറ്റ് അല്ല ഇത്.
100%. പിന്നെ ഇത് കേന്ദ്ര ബജറ്റാണ്, രാജ്യത്തിന്റെ ബജറ്റാണ്, ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റല്ല. ഇതിന്റെ അകത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ സംരംഭകത്വത്തിന് വേണ്ടിയിട്ടുള്ള, ഇതെല്ലാം കേരളത്തിലും ബാധകമാണ് സ്മൃതി. ഈ ഇപ്പൊ കഴിഞ്ഞ അതിനിടയിൽ വർഷം ഇൻകം ടാക്സ് തമിഴ്നാടിന് 2 ഉണ്ട് കേട്ടോ. ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്നോ DPR സബ്മിറ്റ് ചെയ്ത് ഭരണാനുമതി ലഭിച്ചതാണെന്നേ. ഇവിടെ ഇന്ത്യയിലെ അതിവേഗ റെയിൽവേ പ്രഖ്യാപിച്ച ആ 2017 ആ സമയത്ത് തന്നെ ഈ കോറിഡോറുകളുടെ കാര്യം, സാധ്യതാ പഠനം, അതുപോലെ പരിസ്ഥിതി ആഘാത പഠനം, DPR, ഭരണാനുമതി, ഈ പ്രക്രിയകളിൽ കൂടെ കടന്നുപോയതിനു ശേഷമാണ് ഒരു ശരി, പേരെന്തിട്ട് വിളിച്ചാലും കേരളയുമായി ബന്ധപ്പെട്ടും കേരളം കുറെ മുന്നേ തന്നെ മുന്നോട്ട് പോയതല്ലേ? കേരളയിൽ ആദ്യം ചില ഉറപ്പുകൾ ലഭിച്ചതുമാണല്ലോ. ഇല്ല, കേരളയിലെ DPR റിജക്ട് ചെയ്യുകയാണ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ്. ആ DPR പ്രായോഗികമല്ല. അതിന്റെ ലീഡർ സർവേ മാത്രമേ നടന്നിട്ടുള്ളൂ, മര്യാദക്കുള്ള സർവേ പോലും നടന്നിട്ടില്ല. ആ പ്രോജക്ട് റിജക്ട് ചെയ്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞതാണല്ലോ. അത് നടക്കില്ല, അത് കേന്ദ്ര ഗവൺമെന്റ് റിജക്ട് ചെയ്തതാണ്. വയബിൾ ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള റിപ്പോർട്ട് പദ്ധതി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു വിട്ടാണ്. അതാണ് ഇപ്പൊ ഈ തലേ ദിവസം ഇലക്ഷന്റെ ബജറ്റിന്റെ തലേ ദിവസം 100 കോടി ഇരിക്കട്ടെ ബജറ്റ്, എന്നിട്ട് പിറ്റേ ദിവസം ബജറ്റ് അവതരിപ്പിക്കുക. ഇങ്ങനെയൊന്നും അല്ല. ശരി, അത് വാദത്തിന് സമ്മതിക്കാമെങ്കിലും എയിംസിന്റെ കാര്യമോ? എയിംസിന്റെ കാര്യത്തിൽ ഇവിടെ കേന്ദ്ര സഹമന്ത്രിമാർ എവിടെ എയിംസ് വരണമെന്ന കാര്യത്തിൽ തർക്കം നടക്കുകയായിരുന്നില്ല. ആലപ്പുഴയാണോ തൃശ്ശൂരാണോ എയിംസ് വന്നിരിക്കും എന്ന് സിനിമാ സ്റ്റൈലിലെ ഡയലോഗ് നമ്മൾ കണ്ടതല്ലേ? അതെ അതെ, ഒരു കാര്യമുണ്ട്. അതാ പറഞ്ഞ, ആലപ്പുഴയാണോ തൃശ്ശൂരാണോ കോഴിക്കോടാണോ തിരുവനന്തപുരത്താണോ, ഇത് എവിടെയാണ്? ഇത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് ആരാ സ്മൃതി? ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ എയിംസിന് പറ്റിയ 300 ഏക്കർ സ്ഥലം ഞങ്ങൾ ഇവിടെ കണ്ടെത്തി. കിണാലൂര് കുറച്ച് സ്ഥലമുണ്ട്, തൃശ്ശൂർ വേറെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ആ സ്ഥലം സ്പെസിഫിക് ആയിട്ട് അത് കൃത്യമായി സ്പെസിഫൈ ചെയ്ത് ഏറ്റെടുത്ത് അതിന്റെ ആ നടപടിക്രമങ്ങളിലൂടെ പോയി കേന്ദ്ര ഗവൺമെന്റ് കൈമാറി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ ബ്രിട്ടാസ് പറഞ്ഞ പോലെ കണ്ണിപ്പിടിയിടം ചെയ്യാൻ പറ്റില്ല. എവിടെയാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്? സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണ്ടേ? അടിസ്ഥാനപരമായ ആ കാര്യം പോലും ചെയ്തിട്ടില്ല. ഇപ്പൊ 3 ആയുർവേദ എയിംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വേണ്ട രീതിയിൽ പ്രവർത്തിച്ച സ്ഥലവും ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും കേരളത്തിന് ഒരെണ്ണം അർഹതപ്പെട്ടതാണത്. പക്ഷെ അത് വേണ്ട രീതിയിൽ സമയബന്ധിതമായി രാഷ്ട്രീയ പരിഗണനകളും ഇങ്ങനത്തെ കളികളെല്ലാം മാറ്റിവെച്ച് ചെയ്താൽ അതിന്റെ ഒരെണ്ണം കേരളത്തിൽ വരും. ഈ വാചകമടി അല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, എയിംസിന് സ്ഥലം ഏറ്റെടുത്തോ, കൊടുത്തോ? സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. സ്ഥലം കണ്ടെത്തി പറഞ്ഞല്ലോ. സ്ഥലം കണ്ടെത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് വേണമെങ്കിൽ ആർക്കാ പറയാൻ പറ്റുന്നത്? കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൂടെ? ശരി, അപ്പൊ മറ്റു സംസ്ഥാനങ്ങളൊക്കെ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി കേന്ദ്രത്തെ അറിയിച്ച ശേഷമുള്ള പ്രഖ്യാപനങ്ങളാണ് അല്ലേ? ആ നടപടിക്രമങ്ങളിലൂടെ ഇതിന്റെ ഒരു വലിയ വൻ പദ്ധതി നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ 7 റെയിൽവേ കോറിഡോറും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ അതാ പറഞ്ഞത്, DPR സബ്മിറ്റ് ചെയ്തിട്ടില്ല, DPR ആവുന്നതേ ഉള്ളൂ. അത് എപ്പോ വേണം, അതിന് ബജറ്റിന്റെ കൺസ്ട്രെയിന്റ് ഒന്നും ഇല്ല. DPR സബ്മിറ്റ് ചെയ്താൽ എപ്പോ വേണമെങ്കിൽ ഭരണാനുമതി ഇത് കിട്ടും. ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കണം. അതിനെന്തായാലും 6-7 മാസം എടുക്കും കേരളത്തിലെ. പിന്നെ വേറെ ഇത് പറഞ്ഞല്ലേ, ഈ പ്രഖ്യാപിച്ചിരിക്കുന്നതല്ല ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ശ്രീധരന്റെയോ അല്ലെങ്കിൽ RRT അതുപോലത്തെ അല്ല. ബുള്ളറ്റ് ട്രെയിൻ 380 km/h വേഗതയുള്ള മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന അതുപോലെയുള്ള അതിവേഗ ഇടനാഴികളാണ്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിന് പ്രായോഗികമല്ല. കേരളത്തിന് മാത്രമായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കൊച്ചി ബാംഗ്ലൂർ റൂട്ടിലൊക്കെ അതൊക്കെ സാധ്യതാ പഠനങ്ങൾ നടക്കണം. അതിന് ഭാവിയിലേ പറ്റുള്ളൂ. അതൊന്നും നടന്നിട്ടില്ല. ശരി, അങ്ങനെ ഒരു ആവശ്യമായിട്ട് പോയിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലേ അതൊക്കെ നടക്കുള്ളൂ. ശരി, അതിന് ശ്രീ ശിവദാസ് മറുപടി പറയട്ടെ. ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് ജോസഫ്, കേരളത്തിന് വലിയ പ്രഖ്യാപനങ്ങൾ എന്തുകൊണ്ടില്ല എന്നതാണ് ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് കേരളം ഇപ്പോൾ എയിംസിന്റെ കാര്യത്തിൽ സ്ഥലം കണ്ടെത്തുകയില്ല, സ്ഥലം ഏറ്റെടുത്ത് കേന്ദ്രത്തെ സമീപിക്കാത്തതുകൊണ്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവരുടെ വലിയ പദ്ധതികൾക്ക് സ്ഥലം ഏറ്റെടുത്ത ശേഷം കേന്ദ്രത്തെ അറിയിക്കുന്ന ഉടനെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഉറപ്പ് നൽകിയതാണ്. ഇവിടെ കേന്ദ്രമന്ത്രിമാർ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് പ്രതികരിച്ചിട്ടേ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്. അല്ല, ഈ ബഡ്ജറ്റിന് മുന്നോടിയായിട്ട്
എല്ലാ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിമാരും കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ട് കൺസൾട്ടേഷൻ നടത്താറുണ്ട്, അത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഞങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ഒരു നിവേദനം എന്നുള്ള രീതിയിൽ ധനമന്ത്രിയുടെ മുമ്പാകെ വയ്ക്കും. അത്തരത്തിൽ കേരളം 21,000 കോടി രൂപയുടെ വിഷയങ്ങൾ പരിഗണിക്കണം, ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റിന് മുമ്പ് ശ്രീ കെ എൻ ബാലഗോപാൽ ഡൽഹി പോയതും ധനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ കാര്യങ്ങളൊക്കെ വാർത്താമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു, ആ രീതിയിൽ സംസാരിച്ചു, വളരെ നല്ല കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഒരു സംസ്ഥാനം വയ്ക്കുന്ന 21,000 കോടി രൂപയുടെ 25,000 കോടി രൂപയുടെ അത്തരം എല്ലാ കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കാൻ കേന്ദ്ര ബഡ്ജറ്റിന് കഴിയില്ല, നമുക്ക് അറിയാം. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത്, അതിന് നമ്മൾ അവഗണന, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുള്ള സാമ്പത്തിക ഉപരോധം എന്ന പോലുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ലേ എന്നാണ് ഇത് ചെയ്യുന്നത്. 21,000 കോടി രൂപയിൽ 1,000 കോടി രൂപയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു കാര്യം അനുവദിച്ചു, ഇന്ന കാര്യത്തിൽ കേരളത്തിന് നേട്ടം കിട്ടുന്ന രീതിയിൽ ഒരു കാര്യം വരുന്നു എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും നോക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് ഇവിടെ പറഞ്ഞു ബുള്ളറ്റ് ട്രെയിനാണ്, അത് കേരളത്തിന് പ്രായോഗികമല്ല, കേരളം അത് വച്ചിട്ടില്ല. ആ തർക്കം അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കാം, തർക്കത്തിന് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെ പോലെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം വേറെ ഉണ്ടോ ഇന്ത്യയിൽ? ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ കാര്യത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വരെ പോകാവുന്ന തരത്തിലുള്ള UP പരിഗണിക്കുകയും ചെയ്തു. അപ്പോൾ ആ 12 ഉൾനാടൻ ജലപാതകൾ പരിഗണിച്ചപ്പോൾ കേരളത്തിന് എന്താണ് അവിടെ പരിഗണന കൊടുക്കാതിരുന്നത്? അപ്പോൾ അത് എന്താണ്, അതിനെ ഏത് വാക്കുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഏതാണ് അവഗണന എന്ന വാക്കല്ല, വേറൊരു വാക്ക് സ്മൃതിയോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വാക്ക് സമ്മതിച്ചു തരാം. പക്ഷേ എൻ്റെ നിഘണ്ടുവിൽ അവഗണന എന്ന് എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും കേരളത്തെ ഇപ്പോൾ ബഡ്ജറ്റിൽ അവഗണിക്കുന്നു, അതിന് പുറമെ കേരളത്തിന് തരാൻ കഴിയുന്ന കാര്യങ്ങളിലെല്ലാം പല തടസ്സവാദങ്ങളുണ്ടാക്കി കേരളത്തെ നിർവീര്യമാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതിനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക ഉപരോധമെന്ന്. ഇത് അമേരിക്ക ഇറാഖിനെതിരെ ഉപയോഗിക്കുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ സ്മൃതി ഒരു കാര്യം പറഞ്ഞു, BJP സംസ്ഥാന പ്രസിഡന്റ് വാക്കുകൾ എങ്ങനെയാണ്, ഇവിടെ NDA ഗവൺമെൻറ് ഉണ്ടായാൽ ഞങ്ങൾ ആലോചിക്കാം, ഞങ്ങൾ പദ്ധതി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വേറൊരു ഗവൺമെൻറ്, വേറൊരു വീക്ഷണത്തിലുള്ളൊരു ഗവൺമെൻറ്റിനെ, വേറൊരു പ്രത്യയശാസ്ത്രം പുലർത്തുന്ന വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. നിങ്ങൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ തന്നെ തിരഞ്ഞെടുക്ക് എന്നാൽ ആലോചിക്കുക എന്ന് പറയുന്നത് ത്രെട്ടനിങ്ങിൻ്റെ ഭാഷയാണ്. അത് സ്മൃതി ആ കാര്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അത് ഭീഷണിയാണെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകാതിരിക്കുന്ന നിർവാഹമില്ല സ്മൃതി. അതായത് ഈ കേരളത്തിൻ്റെ കാര്യത്തിൽ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ഡെവല്യൂഷൻ്റെ കാര്യത്തിൽ വന്ന തർക്കം എന്താ? ഇപ്പോൾ 2.38% ഉയർത്തി എന്നുള്ളത് നല്ല കാര്യമാണ്, അത് ബെനിഫിഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താണ് കേരളം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം? കേരളം ഉന്നയിച്ചിട്ടുള്ള, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും മുൻ ധനകാര്യ കമ്മീഷനുകളുടെയും കണ്ടെത്തലുകൾ എന്താണെന്നറിയാമോ? ഒരു രാജ്യത്തെ മൊത്തം ചെലവിൻ്റെ 62% നിർവഹിക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. ബാക്കിയുള്ള 38% ചെലവുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചുമലിൽ വരുന്നുള്ളൂ. പക്ഷേ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 37% സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 63% കേന്ദ്രത്തിലേക്ക് പോകുന്നു. ഇതൊരു വിഭവ കേന്ദ്രീകരണമാണ്, ഇതിനൊരു ബാലൻസിങ് ഇല്ല എന്നുള്ള കാര്യമാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കേരളം മാത്രമല്ല എന്ന് ആലോചിക്കണം. കേരളം മാത്രമല്ല, കർണാടക, പഞ്ചാബ്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ധനകാര്യമന്ത്രിമാർ തിരുവനന്തപുരത്ത് 16ാം ധനകാര്യ കമ്മീഷൻ സന്ദർശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കോൺക്ലേവ് ചേർന്നിരുന്നു. ആ കോൺക്ലേവിലെടുത്ത തീരുമാനമാണ് അത് 50-50 എന്ന അനുപാതത്തിൽ വീതം വെക്കണമെന്ന്. ന്യായമായൊരു കാര്യം തന്നെയാണ്. അത് ധനകാര്യ കമ്മീഷൻ അംഗീകരിക്കാൻ പറ്റില്ല എന്നിരിക്കട്ടെ, ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? 13ാം ധനകാര്യ കമ്മീഷൻ 14ാം ധനകാര്യ കമ്മീഷനൊക്കെ 42% ഡിവിസിബിൾ പൂളിലേക്ക് കൊടുത്തപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ 41% ആക്കിയിട്ട് കുറച്ചു. 42-ൽ 41 ആകുമ്പോൾ 1% കുറഞ്ഞോളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷേ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കുറവാണ് സംസ്ഥാനങ്ങളുടെ വിഹിതത്തിൽ അതുകൊണ്ട് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ തീരുമാനമാണ്, അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമല്ല എന്ന മറുവാദവും ഉയർത്താം.
ആണ് അല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ തീരുമാനമാണ്. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി സമർപ്പിക്കുന്ന റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിക്കണം. ആ ക്യാബിനറ്റിന് അത് ഒരുപക്ഷെ അതിന് പ്രീസിഡൻസ് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ സാങ്കേതികമായി ക്യാബിനറ്റിൻ്റെ അപ്രൂവലാണ് പരമപ്രധാനമായിട്ട് വരുന്നത്. ഇനി ആ റിപ്പോർട്ട് ടേബിൾ ചെയ്തിരിക്കുന്നത് ലോക്സഭയ്ക്ക് പാർലമെൻറ്റിൻ്റെ അകത്താണ്. പാർലമെൻറ്റ് അത് അംഗീകരിക്കണം. അതിപ്പോൾ സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യമാണ്. ഭൂരിപക്ഷമുള്ള ഒരു കക്ഷിയുടെ തീരുമാനം നടപ്പാകുമെന്നുള്ളത്. അതുകൊണ്ട് ടെക്നിക്കലി നമ്മൾ അത് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന എക്സ്പേർട്സിൻ്റെ തീരുമാനമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഫിനാൻസ് കമ്മീഷൻ ഈ സംസ്ഥാനങ്ങളുടെ ഒന്നും ആശയങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സ്മൃതി, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഒരാളുടെ വീട്ടിൽ 7 മക്കളുണ്ട്, എനിക്ക് 2 മക്കളുള്ളൂ, അപ്പോൾ എനിക്ക് 5 കിലോ അരി കിട്ടി. അവിടെ കേരളം ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത് എങ്ങനെയാണ്? സ്വയം തീരുമാനമെടുത്തതല്ല. കേരളത്തിലെ ജനങ്ങളെല്ലാം കേരളത്തിലെ 70കൾക്ക് മുമ്പ് ഓരോ വീട്ടിലും 12-13 മക്കളുണ്ടായിരുന്ന കാര്യങ്ങളുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ 70കളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതി ഏറ്റവും ഫലപ്രദമായി കേരളം നടപ്പാക്കുകയാണ് ചെയ്തത്. വാസക്ടമി ക്യാമ്പുകളൊക്കെ അവരെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും വീട്ടിൽ കുറെ പിള്ളേരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ന്യായങ്ങൾ പറഞ്ഞു പോകുന്നത് തികച്ചും ബാലിശമായിട്ടുള്ള വാദമുഖങ്ങളായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതാണ് അതിനകത്തുള്ള പ്രശ്നം. ശ്രീ ആദികേശൻ ഇറങ്ങുന്നതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒരു ചോദ്യം കൂടി. വരാം, അദ്ദേഹം ഒന്ന് ഇറങ്ങുകയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഉള്ളപ്പോ തന്നെ പറയുമ്പോഴാണ് ഭംഗി. അദ്ദേഹം ഉള്ളപ്പോ പറയുമ്പോഴാണ് സ്മൃതി അദ്ദേഹം ഉള്ളപ്പോ പറയുമ്പോഴാണ് ഭംഗി. അദ്ദേഹം ഉള്ളപ്പോ പറയുമ്പോഴാണ് ഭംഗി. എന്തെന്ന് വെച്ചാൽ ബഹുമാന്യനായ ആദികേശൻ പ്രിയപ്പെട്ട മനുഷ്യനാണെങ്കിലും നമുക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പിശകുകൾ പറഞ്ഞാൽ അത് തിരുത്താതെ പോകാൻ പറ്റില്ലല്ലോ. ഒന്ന്, അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ഫിനാൻസ് കമ്മീഷന്റെ അലോക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള പെർസെന്റേജ് 1.92 എന്നാണ്. അത് 3 ആയിരുന്നു. ഇപ്പോഴത്തെ ശതമാനം അദ്ദേഹം പറഞ്ഞപ്പോൾ 2.382 എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ബോധപൂർവം മുൻകാലങ്ങളിൽ അലോക്കേഷനെ മറച്ചു വെച്ചു എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ പ്രയാസമാണ്. കാരണം അത്രമേൽ അനുഭവസമ്പന്നനാണ് അദ്ദേഹം. നോക്കൂ, 12ാം ഫിനാൻസ് കമ്മീഷൻ 7, 13ാം ഫിനാൻസ് കമ്മീഷൻ 2.34, 14ൽ 2.50, അതിനു മുമ്പ് ഫിനാൻസ് കമ്മീഷൻ 11ൽ 3.06. കേരള സർക്കാരിന്റെ ഡിമാൻഡ് എന്താണ്? 2011 തുടരണം എന്നുള്ളതാണ്. അപ്പോൾ കേരള സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് സഹായം കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, അത്യന്തം നിഷേധാത്മകമായ സമീപനം. 2, അദ്ദേഹം പറഞ്ഞതിലെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഒരു വീട്ടിൽ ഒരു കുട്ടി, എന്റെ വീട്ടിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, മറ്റു വീട്ടിൽ 3 കുട്ടികളുണ്ട്, അതുകൊണ്ട് അവിടെ 15 കിലോ അരി കിട്ടിക്കഴിഞ്ഞാൽ ഞാനെങ്ങനെയാണ് കുറ്റപ്പെടുത്തുക എന്ന് അദ്ദേഹം ലളിതയുക്തിയിലൂടെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അപകടകരമായിട്ടുള്ള ഒരു വാദം. കേരളം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന, കേരളം സംസ്ഥാനം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ന്യായത്തിനെതിരായി അദ്ദേഹം ഒരു ന്യായം ഇങ്ങോട്ട് വെക്കുകയാണ്. അതിനുള്ള മറുപടി എന്തെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ ഒരു വീട്ടിൽ 2 പ്രായസ്ഥരാണ് ഉണ്ടാവുകയെന്നാൽ, കേൾക്കൂ, 2 പ്രായസ്ഥരാണ് ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ കേരളം എന്നുള്ളത് 60 വയസ്സ് കഴിഞ്ഞവരുടെ, 70 വയസ്സ് കഴിഞ്ഞവരുടെ, 80 വയസ്സ് കഴിഞ്ഞവരുടെ പ്രായമെടുത്തു കഴിഞ്ഞാൽ അതിൽ സാന്ദ്രത ഏറ്റവും കൂടിയ സ്റ്റേറ്റ് ആണ്. കേരളത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പല ആളുകൾക്കും ആയുർദൈർഘ്യം മറ്റൊരു സംസ്ഥാനത്തെക്കാൾ കൂടുതലായി കിട്ടുന്നത്. അതുകൊണ്ട് പ്രായസ്ഥരായ മനുഷ്യരുടെ, സീനിയർ സിറ്റിസൺസിന്റെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് കേരള സംസ്ഥാനമാണ്. പെൻഷന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മറ്റിതര ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ, ജാർഖണ്ഡിനേക്കാൾ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നത് ഇതര സംസ്ഥാനങ്ങളെ, ജാർഖണ്ഡ് ആയാലും ബീഹാർ ആയാലും ഉത്തർപ്രദേശ് ആയാലും അവിടങ്ങളെക്കാളെല്ലാം ആയുർദൈർഘ്യം ഇവിടെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിൽ വലിയ തുക സെക്കൻഡറി സ്റ്റേജിന്റെ ഭാഗമായിട്ടുള്ള ചിലവുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് വലിയ നിലയിലുള്ള സാമ്പത്തിക സഹായം യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ആവശ്യമാണ്. അത് പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്?
ഇവിടെ നമ്മുടെ അദ്ദേഹം പറഞ്ഞതിന്റെ കൂട്ടത്തിലെ ഗുരുതരമായിട്ടുള്ള പെശക് കേരളത്തിന് കിട്ടിയിട്ടുള്ള വിഹിതം എന്ന് പറയുന്നത് 41% ധനകാര്യ കമ്മീഷന്റെ വിഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 2.382 എന്ന് പറയുന്നത് കേരളത്തിന് കിട്ടിയിട്ടുള്ള വലിയ വർധനവാണ് എന്ന മട്ടിൽ അദ്ദേഹം പറയുണ്ടായി. അതിന്റെ പിശക് ഈ രാജ്യത്തിലെ സർക്കാർ, ഇന്ത്യ ഗവൺമെന്റ് സർചാർജിൽ സ്മൃതി വളരെ പ്രധാനപ്പെട്ടതാണ്. സർചാർജിലൂടെയും അതുപോലെ സെസ്സുമായി കളക്ട് ചെയ്യുന്നത് 5.9 lakh crore രൂപയാണ് അവരുടെ എസ്റ്റിമേറ്റഡ് തുക. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമേൽ വലിയൊരു തുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. ആ തുകയുടെ 4 പൈസയുടെ വീതം കേരളത്തിന് കിട്ടുന്നില്ല. അങ്ങനെ കേരളത്തിന് കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന് അർഹതപ്പെട്ട വീതം കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുക? അല്ലെങ്കിൽ പ്രതീക്ഷിതയിലേറെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുക? പ്രതീക്ഷിതയിലേറെ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നുകൂടി. ശരി ശരി അല്ലെ, നമുക്ക് അദ്ദേഹം ഇറങ്ങുന്നതുകൊണ്ടാണ് ഒന്ന് വഴങ്ങുക. അങ്ങ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അദ്ദേഹം മറുപടി പറയട്ടെ. ശ്രീ ആദികേശവൻ, പക്ഷേ 4 പൈസ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തും. ശ്രീ ആദികേശവൻ, കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷന്റെ കണക്കുകൾ മാത്രം അങ്ങ് ഉദ്ധരിക്കുമ്പോൾ അതിന് മുൻപത്തെ പല കണക്കുകളും ചൂണ്ടിക്കാണിക്കുകയാണ് ശ്രീ ശിവദാസൻ. പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് കേട്ടല്ലോ, മറുപടി. കേട്ടു. അപ്പൊ ഞാൻ പറയട്ടെ. പറയൂ. സ്മൃതി കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അതെ, അതായത് ശ്രീ സ്മൃതി, വാദം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഡെവല്യൂഷന്റെ ഇഷ്യൂ ആണ് എന്നുള്ളത് വെച്ചാണ് ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ ജോർജ് ജോസഫ് തുടങ്ങിയത്. അപ്പൊ അവിടെ തന്നെ കേരളത്തിനോടുള്ള അവഗണന തീർന്നില്ലേ? ലോജിക്കലി സംസ്ഥാനങ്ങളെ മൊത്തത്തില്, അതായത് ഇപ്പൊ കേരളത്തിന് വേണ്ടി മാത്രം ഒരു ഫോർമുല ആരും അപ്ലൈ ചെയ്തതായിട്ട് പറയുന്നില്ല. അപ്പോ ഈ മറുപടി അല്ലെങ്കിൽ ആ വാദം തുടങ്ങിയപ്പോൾ തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് മൊത്തമായിട്ട് കേന്ദ്രം ഒരു പക്ഷത്ത്, സംസ്ഥാനങ്ങൾ മറുവശത്ത്, ആ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ അവഗണനയല്ല അപ്പൊ പറയേണ്ടത്, അപ്പൊ സംസ്ഥാനങ്ങളെ മൊത്തത്തിലുള്ള അവഗണന. അങ്ങനെ ഒരു വാദം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കുണ്ടോ? ഗുജറാത്തിനോ മഹാരാഷ്ട്രയ്ക്കോ ഏതെങ്കിലും സംസ്ഥാനത്തിനുണ്ടോ? അവരുന്നയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം പറഞ്ഞതാണ്. അല്ലല്ല, ഞാൻ സ്മൃതി ഒരു കാര്യം, അതായത് സ്മൃതി ഇതിപ്പം ഈ ഒരു കാര്യം എനിക്ക് സമയപരിമിതിയും ഉണ്ട്, വാദിച്ച് തീർക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു ദിവസം ഇതിനെക്കുറിച്ചുള്ള പ്രത്യേക ഒരു ചർച്ച വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. കാരണം സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്, മൊത്തത്തിലുള്ള ഡെവല്യൂഷനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പല അനോമലീസും അംഗീകരിക്കാം. എന്റെ ഒരേ ഒരു പരാമർശം കേരളത്തിനെ അവഗണിച്ചു, അങ്ങനെ ഒരു സാധനമില്ല. കാരണം നിങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല, ആ ഫോർമുല നിങ്ങൾക്ക് വിപരീത ഫലം ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ അതേ വിപരീത ഫലം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകുന്നില്ലേ? അപ്പൊ എവിടെയാണ് കേരളത്തെ തേടിപ്പിടിച്ച് ഒറ്റയ്ക്കാക്കി അവിടെ അടിച്ചോടിക്കാനും അല്ലെങ്കിൽ കേരളത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എവിടെയാണ്? അവര് തന്നെ പറയുന്നത്, ഇതിനെ മറുപക്ഷം പറയുന്ന ആൾക്കാർ പറയുന്നത് ഈ ഫോർമുല സംസ്ഥാനങ്ങൾക്കെതിരാണെന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അവിടുന്ന് തുടങ്ങി ഇപ്പം ഈ റേഷന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. പക്ഷെ അത് തന്നെയാണ് കേരളം ബാധിക്കുന്നത്. ഞങ്ങൾ ഈ ജനസംഖ്യ കുറച്ചു, അങ്ങനെ മറ്റും പല നേട്ടങ്ങളും കൈവരിച്ചു. പക്ഷെ ഈ റേഷനെ പോലെയല്ലേ, അത്രയും അരി 35 കിലോ അരി അയാൾക്ക് കിട്ടുന്നു, എനിക്ക് 15 കിലോയെ കിട്ടുന്നുള്ളൂ. അവഗണന എന്നുള്ളതാണ് വാസ്തവം, അല്ലെ? വിഭവം, ഈ അരി സമം പണം. ഇപ്പോൾ നികുതി ഭീകരത എന്നൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ കൂടിയാണോ ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്? കാരണം ഇപ്പോൾ നമുക്കറിയാം CJ റോയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അതില്ലാതാക്കാൻ ഇപ്പോൾ റിട്ടേൺ ഇനി സ്വയം ഫയൽ ചെയ്യാമെന്നുള്ള കുറച്ചുകൂടി സുതാര്യതയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായ വഴികളാണോ കേന്ദ്രം പറഞ്ഞു തരുന്നത്? ഇനി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ തന്നെ അത് പിഴയൊടുക്കിക്കൊണ്ട് പരിഹരിക്കാം എന്ന രൂപത്തിലേക്ക് മാറുന്നു. അതിനെങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അത് നികുതിയുടെ കാര്യത്തിൽ, അതിൻ്റെ നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ കുറേ കാലമായിട്ട് ഇപ്പോൾ പുതിയ ഇൻകം ടാക്സ് കോഡ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളായിട്ട് അത്തരത്തിൽ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരിതുണ്ട്. പക്ഷേ ഈ സ്മൃതി ചൂണ്ടിക്കാണിച്ച നികുതി ഭീകരതയുമായി ബന്ധപ്പെട്ട കാര്യം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ CJ റോയുടെ മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള സന്ദേഹം ആളുകൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലൊരു തർക്കവുമില്ല. കാരണം
ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഈ കർണാടക സംസ്ഥാനത്ത് തന്നെ കഫേ കോഫി ഡേയുടെ ഉടമസ്ഥനായിരുന്ന ഒരു പ്രമുഖ വ്യവസായി അദ്ദേഹം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെയും മറ്റും റെയ്ഡ് കൊണ്ട് സഹികെട്ടാണ്. അദ്ദേഹം ആരാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന, ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന SM കൃഷ്ണയുടെ മകളുടെ ഭർത്താവാണ്. അദ്ദേഹമാണ് അവിടെ ചാടി ആത്മഹത്യ ചെയ്തത്. അതുപോലെ തന്നെയുള്ള പല കാര്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വ്യവസായികളുമുണ്ട്. ഇതിൽ പല വ്യവസായികളും ചെയ്യുന്ന എന്താ, നേരെ BJPയുടെ കൂടെ അങ്ങ് ചേരുക, BJP ആയിട്ട് ഇത് ചെയ്യുക. അതൊക്കെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നികുതിയുടെ കാര്യത്തിലുള്ള നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നത് ഒരു വശം നടക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതൊക്കെ ആരും അതിനെ കുറ്റപ്പെടുത്തിയോ അല്ല ഇതായിട്ടൊന്നും പറയുന്നില്ല. അതും പക്ഷേ നികുതി ഭീകരത എന്ന് പറയുന്നത് ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ചില പർട്ടിക്കുലർ വ്യവസായികൾക്കെതിരെ നടത്തുന്ന ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള സംഭവങ്ങൾ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഇത്തരം ഏജൻസികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സിമൻറ്റ് മേഖലയിലൂടെ ഉൾപ്പെടെ പല കമ്പനികളെയും ചുളുവിലയ്ക്ക് ഈ BJPയുടെ ഇഷ്ടക്കാരായ വ്യവസായികൾ തട്ടിയെടുത്തിട്ടുള്ള സംഭവങ്ങൾ അറിയാം. അതൊക്കെ നമുക്ക് വേറെ രീതിയിൽ വിശദീകരിച്ച് പോകാനുള്ള സമയക്കുറവുണ്ട്. പക്ഷെ അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഏതായാലും ഇത്തരത്തിൽ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന പ്രപ്പോസലിൽ ചില കാര്യങ്ങൾ, ഈ നികുതിയുടെ കാര്യത്തിൽ ചില ലളിതവൽക്കരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നതിൽ കവിഞ്ഞിട്ട് നികുതിയുടെ കാര്യത്തിൽ ഈ നികുതിയുടെ ഇൻസിഡൻസ്, അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മേൽ വലുതാണ്. ഒരു കാര്യം നമ്മൾ സ്മൃതി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ച് അതിസമ്പന്നർ കൊടുക്കുന്ന നികുതി, അതിസമ്പന്നർ ആയ ആളുകൾ കൊടുക്കുന്ന നികുതി അവരുടെ വരുമാനത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 2% പോലും വരുന്നില്ല. പക്ഷേ സ്മൃതി ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ നമ്മളെല്ലാവരും കൊടുക്കുന്ന ഇൻകം ടാക്സും അതുപോലെ GST ഉൾപ്പെടെയുള്ള പല നികുതികളും നമ്മൾ പരിഗണിക്കുമ്പോൾ ഇത് ഇനീക്വാലിറ്റി ലാബ് എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസി നടത്തിയ പഠനമാണ്. അവർ പറയുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരൻ 7-8% വരെ നികുതി കൊടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട് വരുമാനത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ അതിസമ്പന്നരായ ആളുകളെ കുറച്ച് ടാക്സ് ചെയ്യൂ, അത് ഒന്ന് കേൾക്കൂ. പക്ഷേ എവിടെ കേട്ടിരിക്കുന്നത്? ഈ നികുതി ഘടനയിൽ എവിടെയെങ്കിലും ഇത് ഹൈ റിച്ച് ആളുകളെ, അതല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ആളുകളെയും വളരെ അതിസമ്പന്നരായ ആളുകളെയും താലോലിക്കുന്ന ബഡ്ജറ്റല്ലേ കഴിഞ്ഞ 9 തവണയായിട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സ്മൃതിയോടൊരു കാര്യം ചോദിക്കാം. ഈ ബഡ്ജറ്റിൽ കാർഷിക മേഖല എന്ന് പറയുന്ന ഒരു കാര്യം ബഡ്ജറ്റ് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? പാവപ്പെട്ടവരെ കുറിച്ച് പറയുന്നുണ്ടോ? അതിദാരിദ്ര്യത്തിലായിട്ടുള്ള 11 കോടി ആളുകൾ അധിവസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മളാരും പറയുന്നതല്ല, ആഗോള ഏജൻസികൾ പറയുന്ന കാര്യങ്ങളാണ്. അവരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ബഡ്ജറ്റിലുണ്ടോ? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശമുണ്ടോ? തൊഴിലില്ലായ്മ അടക്കമുള്ള മൗലികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും നിർദ്ദേശം ഈ ബഡ്ജറ്റിലുണ്ടോ? വലിയ പ്രഖ്യാപനങ്ങൾ, പുതിയ പ്രഖ്യാപനങ്ങളില്ല എന്ന് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിന് അങ്ങേക്ക് മറുപടി നൽകാം. ഇതിപ്പോൾ എയിംസിന്റെ കാര്യത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ലല്ലോ എന്ന് പറയുകയാണ്. അതിവേഗ റെയിലിന്റെ കാര്യത്തിൽ DPR ആയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്ത് വേഗം കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ പ്രഖ്യാപനം ഉണ്ടായതെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിന് മുമ്പ് അംബാനിക്ക് 1000 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകിയിട്ടുള്ള സർക്കാരിന്റെ പേരാണ് മോദി സർക്കാർ. യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിക്ക് പൈസ കൊടുത്ത ഒരു സർക്കാരാണ് പറയുന്നത് ഇവിടെ തുടങ്ങുന്നതിനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്ന്. എയിംസ് തുടങ്ങുന്നതിന് വേണ്ടി ഭൂമി എടുത്ത് നൽകിക്കഴിഞ്ഞിരിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. അതിവേഗ പാതയെക്കുറിച്ചുള്ള ചർച്ചയിൽ കേരളത്തിൽ നീണ്ടകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചലച്ചിത്രവും സിൽവർ ലൈനും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സർക്കാരിന്റെ ബജറ്റ് ആരെയാണ് പരിഗണിച്ചിട്ടുള്ളത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ആശയ്ക്ക് വകയില്ലാത്ത ബജറ്റ്. ആ ബജറ്റിനകത്ത് വിധവ പെൻഷൻ വർദ്ധിപ്പിച്ചോ? പാവപ്പെട്ട വാർദ്ധക്യ സഹജമായ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ പദ്ധതിയുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ വർദ്ധിപ്പിച്ചോ? ഇവർ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങൾ നേരിടുന്ന ഡിഫറൻറ്റ്ലി ഏബിൾഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിവ്യാംഗജൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗത്തെ പരിഗണിച്ചിട്ടുണ്ടോ? 300 രൂപ മാത്രമാണ് ഇപ്പോഴും അവരുടെ പെൻഷൻ. 2012 ശേഷം 4 പൈസയുടെ വർധനവ് വരുത്തിയിട്ടില്ല. എന്താ BJP ഇക്കാര്യത്തിൽ പറയുന്നത്?
2012 ശേഷം 1 രൂപയുടെ വർധന വരുത്തിയിട്ടില്ല. കേരളത്തിലെ സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എത്രയാണ് തുക കുറച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2005 കോടി രൂപയായിട്ട് അതിന്റെ പണം കുറച്ചു. BBG റാംജി പ്രൊജക്ട് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നതാണ്. പദ്ധതിക്ക് എന്തെങ്കിലും തരത്തിൽ കൂടുതൽ തുക വകയിരുത്തിയോ? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നേരത്തെ കൊടുത്തിരുന്ന അലോട്ട് ചെയ്തിരുന്ന തുകയും എസ്റ്റിമേറ്റും ഒക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് പുറകോട്ടല്ലേ പോയിട്ടുള്ളത്? ഇനി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് പരിഹരിക്കാൻ എന്തു പദ്ധതി? കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തോ? രാജ്യത്തെ കർഷക തൊഴിലാളികൾ എത്ര കാലമായി മുദ്രാവാക്യം വിളിക്കുന്നു, ഞങ്ങൾക്ക് പെൻഷൻ വേണമെന്ന്. കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. കേരളത്തിന് വെളിയിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും വേണമെന്നാണ് കർഷക തൊഴിലാളി പറയുന്നത്. എന്തേ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ തയ്യാറാവാതിരുന്നത്? ഇങ്ങനെ വിവിധ മേഖലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേരളത്തിന്റെ വിഷയമാണ്. ഈ വിഷയങ്ങൾ രാജ്യത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ബദലാണ് കേരളം ഉയർത്തിപ്പിടിക്കാൻ നോക്കുന്നത്. കേരളത്തോടുള്ള വിദ്വേഷം എന്നുള്ളത് കേരളം ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു ഭൂപ്രദേശത്തോടുള്ള വിദ്വേഷം മാത്രമല്ല. ശ്രീ ശിവദാസൻ, BBG റാംജി പദ്ധതിക്കായി 90,692 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നായി 30,000 കോടി രൂപ, അതായത് BBG റാംജി നടപ്പാകും വരെ പഴയ പദ്ധതി തുടരുമെന്ന് കൂടിയുണ്ട് കേട്ടോ, രേഖയിലുണ്ട്, പ്രഖ്യാപനത്തിലില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യത്തിലെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് 2 ലക്ഷം കോടിയാണ്. 2 ലക്ഷം കോടി അനുവദിച്ചില്ല എന്ന് വെക്കുക. ആ 2 ലക്ഷം കോടി അനുവദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ റൂറൽ ഏരിയയിൽ മാത്രമല്ല അർബൻ സെക്ടറിലും തൊഴിലുറപ്പ് പദ്ധതി കൊടുക്കുന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ടോ കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊടുത്ത തുക കഴിഞ്ഞതും അതിന് കഴിഞ്ഞ 5 വർഷകാലത്തെ താരതമ്യം ചെയ്യുക. എത്രയാണ് ആ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള 2021 തുകയും ഇപ്പോഴത്തെ തുകയുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. മുമ്പോട്ടാണോ പിറകോട്ടാണോ? ഇനി ഫസൽ ഭീമ യോജന കൊട്ടിഘോഷിച്ചതാണ്. എന്താണ് സ്ഥിതി? പിറകോട്ട് പോയിരിക്കുന്നു. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ പൊതുവിൽ അവരുടെ അവകാശാധികാരങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ബജറ്റ്. ആ ബജറ്റിൽ കേരളത്തിനോടുള്ള വിദ്വേഷം കേരളമെന്ന ആ ഭൂപ്രദേശത്തോട് മാത്രമുള്ള വിദ്വേഷമല്ല, മറിച്ച് കേരളത്തിലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബദൽ നയമുണ്ട്. ആ ബദൽ നയം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്നുള്ള നയമാണ്. ആ ബദൽ നയം പെൻഷൻ കൊടുക്കുന്ന നയമാണ്. ആ നയം ക്ഷേമ പെൻഷനുകൾ ഉയർത്തുന്ന നയമാണ്. ഈ നയത്തിനെതിരായിട്ടാണ് യൂണിയൻ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ബീഹാറിൽ പെൻഷൻ കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് ജാർഖണ്ഡിലില്ല, ഗുജറാത്തിലില്ല, യുപിയിലില്ല, ശമ്പളത്തിൽ ഈ കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ശരി, വളരെ നന്ദി ഡോക്ടർ വി ശിവദാസൻ MP, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ S ആദികേശവൻ, ശ്രീ ജോർജ് ജോസഫ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.